ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ദുഃഖവെള്ളി. പാപികളായ നമുക്ക് വേണ്ടി കൽവരിക്കുരിശിൽ കർത്താവ് സഹിച്ച പീഡകളെ അനുസ്മരിക്കുന്ന ദിനം. അല്പസമയത്തെ ധ്യാനത്തിനായി യേശുക്രിസ്തുവിന്റെ രക്ഷാകരമായ പീഡാനുഭവവും മരണവുമാണ് ധ്യാന വിഷയം. അതിനാധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 46-ാം വാക്യം. ഏകദേശം 9 മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്നർത്ഥം. യേശു കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ 4ാമത്തെ മൊഴിയാണിത്. ഒരു നിസ്സഹായ അവസ്ഥയിലൂടെയാണ് യേശു ക്രിസ്തു കടന്നു പോകുന്നത്. യേശു ക്രിസ്തു ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചത് ആണികൊണ്ട് അടിച്ചപ്പോഴല്ല, എല്ലാവരും തന്നെ കൈവിട്ടുവെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ്. ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും ഒരു നാളും ഞാൻ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞ ശീമോൻ പത്രോസ് കോഴിക്കൂവുന്നതിന് മുൻപേ 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ യേശു ഒരു സ്നേഹിതനായി കണക്കാക്കിയ യൂദ എന്ന ശിഷ്യൻ 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റിക്കൊടുക്കുന്നതായി കാണാം. അടുത്തതായി സഹായിക്കാൻ കഴിയുമെങ്കിലും സഹായിക്കാതെ കൈ കഴുകിയൊഴിഞ്ഞ പീലാത്തോസിനെ കാണാം. ഉറ്റവരും സഹായിക്കാൻ കഴിയുന്നവരും കൈയൊഴിഞ്ഞതായ അവസ്ഥയിലൂടെ യേശു കടന്നു പോകുന്നു. മനുഷ്യരിൽ നിന്ന് നിന്നെയും പരിഹാസവും ഏറ്റുവാങ്ങിയിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടി യേശു കർത്താവ് കാൽവറിയിൽ യാഗമായി തീർന്നു. ഇതിലൂടെ മനുഷ്യരാശിയോടുള്ള ദൈവത്തിന്റെ അളവറ്റ ആഴമുള്ള സ്നേഹമാണ് നാം കാണുന്നത്. പാപികളെയും നിരസിക്കപ്പെട്ടവരെയും യാതൊരു വിവേചനവും കൂടാതെ ചേർത്ത് നിർത്തിയ ആ സ്നേഹം നമ്മെ സ്വാർത്ഥത വിട്ട് ജീവിക്കുവാനും സഹനവും കരുണയും കാണിക്കുവാനും പഠിപ്പിക്കുന്നു. ഈ നോമ്പിന്റെ നാളുകളിൽ ഈ സ്നേഹത്തെ നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാനും മാതൃകയാക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.